2-3 ദിവസത്തെ കിളിപാറലിന് ശേഷമുള്ളൊരു സുദിനം തുടങ്ങുകയാണ്. പണ്ട് നിന്നിപ്പോൾ ഡീമോട്ടിവേറ്റഡ് ആവുകയും ഒന്നിലും ഇൻട്രസ്റ്റ് ഇല്ലാതായിട്ട് കർത്താവ് ഞാൻ എന്നാ ചെയ്യുമെന്ന് ഓർത്ത് അട്ടത്ത് നോക്കി കരയൊക്കെ പതിവായിരുന്നെങ്കിൽ ഇപ്പോൾ കുറച്ച് ഭേദമുണ്ട് കേട്ടോ. മാസത്തിൽ 1 ഏറിയ 2 തവണയേ പ്രശ്നമുള്ളൂ. ബൈ ദ ബൈ, അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം ചോദിച്ചോട്ടെ, എൻ്റെ കപ്പ് എങ്ങനെയുണ്ട്? വെറൈറ്റി അല്ലേ? അനിയന് വേണ്ടി മേടിച്ചതാ. പക്ഷെ അവൻ സസ്കി അല്ലെന്ന് അവന് തന്നെ തോന്നിയതുകൊണ്ടാണെന്ന് അറിയത്തില്ല, അവൻ ഉപയോഗിച്ചില്ല, ഇവിടെ വെച്ചിട്ട് പോയി. ഓക്കെ, അത് പോട്ടെ, നമുക്ക് കാര്യത്തിലോട്ട് വരാം. കിളിപാറൽ ഒരു അവിഭാജ്യ ഘടകമായതുകൊണ്ട് അത് ഒഴിവാക്കാൻ നമുക്ക് പറ്റും തോന്നുന്നില്ല. എന്നാൽ പിന്നെ അതിനോട് എങ്ങനെ പോരാടാം എന്നുള്ളതാണല്ലോ അടുത്ത ഓപ്ഷൻ. ഞാനൊരു സൈക്കോ ആയതുകൊണ്ട് എനിക്ക് സൈക്കോളജി പരമായിട്ടൊന്നും പറഞ്ഞു തരാൻ അറിയത്തില്ല. പക്ഷേ ഈ ജേണലിംഗ് എന്ന പേരിൽ ഓമനപ്പേരിട്ട് വിളിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, ഇത് സൂപ്പറാട്ടോ. എനിക്ക് നല്ല എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. മനസ്സിൽ വരുന്നതൊക്കെ ഭാഷയും ഭംഗിയും ഒന്നും നോക്കാതെ ഒരു പേപ്പറിൽ കുത്തിക്കുറിച്ച് എഴുതി വെക്കുക. പോയ കിളികളിൽ 1-2 അപ്പം തന്നെ തിരിച്ചു വരും. ഇനി അടുത്തത് നമുക്ക് കഷ്ടപ്പെടാതെ ഇഷ്ടപ്പെട്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യം ചെയ്യാന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ച് ഈ കളർ പെൻസിൽസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കുത്തി വരയ്ക്കും. അത് കഴിയുമ്പോൾ അതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വരച്ചു കിട്ടും. നമ്മൾ വലിയ കലാകാരം നിലത്തുകൊണ്ട് ഇങ്ങനെയൊക്കെ അങ്ങ് ഒപ്പിക്കും കേട്ടോ. അത് കഴിഞ്ഞ് 1-2 ഫോട്ടോസൊക്കെ എടുത്ത് കഴിയുമ്പോൾ നമ്മുടെ മൈൻഡ് അങ്ങ് റിലാക്സ്ഡ് ആവും. എന്നാൽ ഈ പറഞ്ഞതിനേക്കാളും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറൊരു കാര്യമുണ്ട് കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കുന്ന 1-2 പേരെങ്കിലും നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരിക്കുക എന്നുള്ളത്. നിങ്ങളായിട്ട് കേൾക്കാൻ പറ്റുന്ന ആരെങ്കിലും ഒക്കെ. അപ്പോൾ പോയ കളികളൊക്കെ തിരിച്ചുകൊണ്ടുവരാൻ നിങ്ങൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കുകൾ എന്താ? കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.